ശമ്പളം കിട്ടുന്നില്ല, കിട്ടാൻ പ്രയാസം. ഈ മഴയത്തും കൂടി ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഇത്രയും കാലം പണിയെടുത്തത്. എനിക്കാണ് ഭർത്താവും ഇല്ല, പിന്നെ ഞാൻ ഇങ്ങനെ 2 മക്കളുമാണ്, എങ്ങനെയോ ജീവിച്ചു പോരാ. അപ്പൊ ഈ ബുദ്ധിമുട്ട് കാരണം വരുന്നതാണ്. വെള്ളത്തിന്റെ അകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പണിയെടുക്കുക. ഇപ്പൊ ഇതൊക്കെ വീണേനോടിയാണ് ഇപ്പൊ ഇത് നീക്കാനും എല്ലാത്തിനും ഒരു ഇത് വന്നത്. എന്റെ കൂടെ 15 ആള് 20 ആള് ട്രെയിനിങ്ങിന് കയറിയിരുന്നു. ഇപ്പൊ ഞാൻ മാത്രം ഇപ്പൊ ഇവിടെ. നമസ്കാരം. UDF സർക്കാർ അധികാരത്തിലേറിയപ്പോൾ അതിൽ ഏറ്റവും അധികം സന്തോഷിച്ചിരിക്കുന്ന ഒരു പക്ഷേ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളായിരിക്കും. ഏറെ നാളായുള്ള തങ്ങളുടെ പരാതികൾക്കും പ്രശ്നങ്ങൾക്കും പുതിയ ഗവൺമെന്റ്, അതും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പരിഹാരം കാണും എന്നവർ ചിന്തിച്ചിരിക്കാം. അത്തരത്തിൽ സർക്കാരിന്റെ കനിവ് കാത്തിരിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാനുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കക്കോടിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർ വീവേഴ്സ് ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. ഇതൊരു സഹകരണ സ്ഥാപനമാണ്. മാത്രവുമല്ല, കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്ന ഏതാണ്ട് 28ഓളം സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്നവരാണ് ഇവിടെ തങ്ങളുടെ വലിയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നത്. നല്ലൊരു കാറ്റടിച്ചാൽ നിലംപൊത്താവുന്ന, ഒരു ചാറ്റൽ മഴയത്ത് പോലും ചോർന്നൊലിക്കുന്ന കെട്ടിടം. അവിടെ കഴിഞ്ഞ 8 മാസക്കാലമായി കൂലിയോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നുമില്ലെങ്കിലും നിത്യേന ജോലി ചെയ്യാനെത്തുന്ന 30ഓളം അമ്മമാർ. സിനിമാ കഥകളെ പോലും നാണിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുക കോഴിക്കോട് കക്കോടിയിലുള്ള സ്റ്റാർ വീവേഴ്സ് ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിലാണ്. ഏതാണ്ട് 30ഓളം സ്ത്രീകളാണ് കഴിഞ്ഞ 8 മാസക്കാലമായി യാതൊരു വിധത്തിൽപ്പെട്ട ശമ്പളമോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ലെങ്കിലും തങ്ങളുടെ ജീവിതം തുന്നിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തുന്നത്. എനിക്ക് 75 വയസ്സായി. 40 കൊല്ലമായിട്ട് ഈ മേഖല പണിയെടുക്കും. 40 കൊല്ലത്തിനിടയിൽ തുടക്കത്തിലൊക്കെ 40 കൊല്ലമൊക്കെ കഴിഞ്ഞ് പണിയെടുക്കുന്നു. അതിൽ കൂടുതലായി. അപ്പം തുടക്കത്തിലൊക്കെ നല്ല വിലക്ക് നല്ലതേ. ഇപ്പോഴാണല്ലേ തുടക്കത്തിലൊക്കെ നല്ല ബെഡ്ഷീറ്റ് ആയിരുന്നു ഇവിടെ നെയ്യല്. ഇപ്പൊ നല്ല പണി, നല്ല പൈസ ഒക്കെ ഉണ്ടാകണ്ടേ. ഇപ്പം കുറെ കാലമായിട്ട് പേര് കേട്ട കമ്പനിയാണ് സ്റ്റാർ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാല്. ഇപ്പോഴാണ് കുറെ ഏജൻസിക്കാരുടെ തുണിയാണ് ഇവിടെ ഉണ്ടാക്കല്. കുറെ തുണിയൊക്കെ അന്ന് നല്ലോണം ചെലവാകുകയും ചെയ്തിന്. അന്ന് നല്ല ആൾക്കാർക്ക് നല്ല കൂലിയും ശമ്പളവും നല്ല ഇതൊക്കെ ഉള്ളതായിരുന്നു. ഓരോരുത്തർ കുടുംബം പോറ്റിയതും മക്കളെ കല്യാണം കഴിച്ചതും ഒക്കെ ഇവിടുത്തെ പണികൊണ്ട് തന്നെയാണ്. പിന്നെ ഇപ്പോഴായാലേ കുറച്ച് പണി കുറവാണ്. ഇപ്പോൾ വെച്ചാൽ ഞങ്ങൾ ഇത്രയും പ്രായമായിട്ടും പണിക്ക് വരുന്നത്, ഒരു പണി പോയാൽ പോയില്ലേ, അതുകൊണ്ടാണ് ഇതിലുള്ള വരുമാനം കൊണ്ട് തന്നെയെങ്കിലും ജീവിക്കാൻ. ഇപ്പം സ്കൂൾ യൂണിഫോമാണ് കാര്യമായിട്ട് ഇവിടെ പോകുന്നത്. ഈ ഇവിടുത്തെ തുണി ഇവിടെ പോകുന്നല്ല, അതിനുള്ള ഒരു സജ്ജീകരണം ഇവിടെ ഇല്ല. നൂല് കൊണ്ടുവരാൻ, ചായം മുക്കാനൊന്നുള്ള ഒരു ഇത് ഇവിടെ ഇല്ല. ഇനിയിപ്പോ നെയ്ത്താരും കുറെ ആൾക്കാരൊക്കെ പോയി. ഞങ്ങൾക്ക് 8 മാസമായി ഇവിടുന്ന് കൂലി കിട്ടിയിട്ട്. ഇൻസെന്റീവും അല്ല പ്രൊഡക്ഷൻ ഇൻസെന്റീവും കിട്ടിയത് വരെ ഉണ്ടെന്ന് പറഞ്ഞു. 2017 കിട്ടിയതാണ്. ഞങ്ങളെ വീട്ടിലൊരു പ്രശ്നങ്ങൾ കാരണം എനിക്കാണ് ഭർത്താവും ഇല്ല, പിന്നെ ഞാൻ ഇങ്ങനെ 2 മക്കളുമാണ്, എങ്ങനെയോ ജീവിച്ചു പോരാ. അപ്പൊ ഈ ബുദ്ധിമുട്ട് കാരണം വരുന്നതാണ്, വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം വരുന്നതാണ്. ഇവിടെ വന്നിട്ടാണ് നെയ്യാനും പറ്റുന്നില്ല, കറണ്ടും ഇല്ല, വെള്ളത്തിന്റെ പ്രശ്നവും എല്ലാം കൂടിയാണ്. എന്നാലും വരുന്നത് കാലിനാണ് വയ്യ, എന്നാലും എന്തെങ്കിലും കിട്ടുന്നില്ല. കാടുമൂടി കിടക്കുന്ന ഈ കോമ്പൗണ്ടിനകത്ത്, വെളിച്ചം പോലും ഇല്ലാത്ത നിലംപൊത്താറായ കെട്ടിടത്തിനകത്ത് ഇവരെല്ലാവരും ജോലി ചെയ്യുന്നത് ജീവൻ പോലും പണയപ്പെടുത്തിയാണ്. ഇക്കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു വീണു. ജോലിക്കാർ ജോലി കഴിഞ്ഞ് മടങ്ങിയ സമയമായതുകൊണ്ട് ആളപായം ഒന്നും ഉണ്ടായില്ല. ഇവിടുന്ന് വെള്ളത്തിന്റെ അകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പണിയെടുക്കുക. ഇപ്പൊ ഇതൊക്കെ വീണേനോടിയാണ് ഇപ്പൊ ഇത് നീക്കാനും എല്ലാത്തിനും ഒരു ഇത് വന്നത്. അതുവரைക്കും ഇങ്ങനെ തന്നെ ഞങ്ങൾ കഴിക്കുന്നുണ്ട്. അവിടെയാണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാ. വേനൽക്കാലം വന്നിട്ടുണ്ടെങ്കിൽ പതച്ചെടുക്കുക ചെയ്യുക ഷീറ്റ്. തിങ്കളാഴ്ച 5:15 കഴിഞ്ഞ തിങ്കളാഴ്ച. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാലേ വീട് അടുത്തുള്ള 5:15 വീടെന്ന്. ഞങ്ങൾ ഇവിടെ 4:45 5 പോയിക്കുന്നത്. ബില്ല് ഇറങ്ങുമ്പോ ഒരു പൊട്ടി ഒച്ച കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞേ. 1 വർഷമായി ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട്. എന്റെ കൂടെ 15 ആള് 20 ആള്
ട്രെയിനിങ്ങിന് കയറിയിരുന്നു. പക്ഷെ ഞാൻ മാത്രം ഇപ്പൊ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഇത് കാരണം നിർത്തിപ്പോയി. കൂലി കിട്ടാത്ത പ്രശ്നമാണ് കൂടുതൽ ആളും പോയത്. ഈ വഴിയിലൂടെയാണ് 28ഓളം അമ്മമാർ എല്ലാ ദിവസവും തങ്ങളുടെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഇത്രയധികം വെള്ളം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് മാത്രം. പ്രേക്ഷകർക്ക് കാണാം എത്രമാത്രം വെള്ളത്തിലാണ് ഞാൻ തന്നെ നിൽക്കുന്നതെന്ന്. നിത്യേന ഇതുവഴിയാണ് 28 സ്ത്രീകളും ഒരു പുരുഷനും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പിറകിൽ കാണുന്ന മുറി 2 ദിവസം മുമ്പ് ചെയ്ത മഴയിൽ പൂർണ്ണമായി ഇടിഞ്ഞു വീണതാണ്. ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് അമ്മമാരും ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത്രയൊക്കെ സഹിച്ച്, ഇത്രയൊക്കെ ത്യാഗം സഹിച്ച്, ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ എന്തിനാണ് ജോലിക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ തങ്ങളുടെ വീട്ടിലെ സാഹചര്യമാണ് അവർ ഓർക്കുന്നത്. പക്ഷെ അവിടെയും പ്രശ്നമാണ്. കഴിഞ്ഞ 8 മാസമായി ശമ്പളം പോലും ഇല്ലാതെയാണ് ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാണ് തങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം അവസാനിക്കുക എന്നറിയാതെ, ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ആ പാവം പിടിച്ച അമ്മമാരും മറ്റും. ഇവരുടെ ഈ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.